Okay, നമ്മുടെ പ്രോബ്ലം ഇതാണ്. Find a second order homogeneous linear ordinary differential equation for which given functions are solutions. Given functions are solutions. Show the linear independence by Wronskian. Solve the initial value problem. അപ്പോൾ മൂന്ന് കേസുകളാണ് ഇതിൽ ചെയ്യേണ്ടത്. ആദ്യം സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കണം. രണ്ടാമത് ആ സൊല്യൂഷൻസ് ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ എന്ന് റോൺസ്കിയൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യണം. മൂന്നാമത്തെ കേസ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഉപയോഗിച്ചതിന്റെ കോൺസ്റ്റന്റ് C1 C2 കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ cos 5x നമുക്ക് y1 എന്ന് എടുക്കാം. y1 equal to cos 5x. cos 5x. y2 is equal to sin 5x. y1 കിട്ടി y2 കിട്ടി. ഇനി നമുക്ക് y by using superposition principle ഉപയോഗിച്ച് C1 y1 plus C2 y2 എന്ന് എഴുതാം. അപ്പൊ C1 cos 5x plus C2 sin 5x. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം. y is equal to C1 cos 5x plus C2 sin 5x. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ y നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ y ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? C1 cos 5x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ C1 minus sin 5x into 5 plus C2 5 cos 5x. അപ്പോൾ cos 5x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ minus sin 5x into 5 കിട്ടി. sin 5x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 5 cos 5x into 5 cos 5x എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. again differentiating y double dash ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? 25. ഇപ്പൊ ഇവിടെ minus 25 C1 cos 5x. sin 5x ന്റെ ഡിഫറൻസിയേഷൻ cos 5x ഒരു 5 വരും. ആ 5 ഗുണിച്ച് ചെയ്യുമ്പോൾ minus 25 C1 cos 5x. ഇനി ഇവിടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ minus 25 C2 sin 5x. ഇനി ഇതിൽ നമുക്ക് എന്ത് പുറത്തെടുക്കാൻ സാധിക്കും? minus 25 C1 cos 5x minus 25 C2 sin 5x ൽ നിന്ന് minus 25 ടേക്കൺ ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി അകത്ത് എന്തുണ്ട് നോക്കിയേ? C1 cos 5x plus C2 sin 5x. ഇതിനെ minus 25 നമ്മൾ ടേക്കൺ ഔട്ട് സൈഡ് എടുത്തപ്പോ minus 25 into C1 cos 5x plus C2 sin 5x കിട്ടി. ഇനി minus 25 into C1 cos 5x plus C2 sin 5x ന് പകരം നമുക്ക് എന്ത് എഴുതാം? y എന്ന് എഴുതാം. അപ്പൊ നമുക്ക് y double dash is equal to minus 25y എന്ന് വരും. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? y double dash plus 25y is equal to 0. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിലെ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ബെർലി വെന്നെ ക്ലിയർ ആയോ? ബെർലി? Yes sir, clear ആയി. y double dash plus 25 equal to 0. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന സൊല്യൂഷൻസ് y1 ഉം y2 ഉപയോഗിച്ച് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് y equal to C1 y1 plus C2 y2 എന്ന് എഴുതി. അതിന് നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് y ഡാഷ് കിട്ടി. വീണ്ടും ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് y ഡബിൾ ഡാഷ് കിട്ടി. y ഡബിൾ ഡാഷിൽ നമ്മൾ ചെറിയ അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? y ഡബിൾ ഡാഷ് പ്ലസ് 25y is equal to 0. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഓവർ. ഇനി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കണം. സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ പാസ് ചെയ്യണം. സെക്കൻഡ് സ്റ്റേജ്. അപ്പൊ ഇതെന്താ എഴുതിയെടുത്ത എല്ലാവരും? ഫസ്റ്റ് സ്റ്റേജ് എല്ലാവരും എഴുതിയെടുക്കുക കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. തന്നിരിക്കുന്ന സൊല്യൂഷൻസ് ഉപയോഗിച്ച് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത് നമ്മൾ അവസാനം ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേർന്നു. y ഡബിൾ ഡാഷ് പ്ലസ് 25y ഈക്വൽ ടു 0. അതാണ് തന്നിരിക്കുന്ന പ്രോബ്ലത്തിന്റെ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചറിയാണ്. രണ്ടാമത്തെ സ്റ്റേജ് റോൺസ്കിയൻ ഉപയോഗിച്ച് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റോൺസ്കിയൻ കണ്ടുപിടിക്കണം. റോൺസ്കിയൻ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. y1 y2 y1 dash y2 dash y1 y2 y1 dash y2 dash. അപ്പൊ y1 എന്ന് പറഞ്ഞാൽ എന്താണ്? cos 5x cos 5x. y2 എന്ന് പറയുന്നത് എന്താണ്? sin 5x. y1 dash എന്ന് പറഞ്ഞാൽ cos 5x ന്റെ ഡിഫറൻസിയേഷൻ minus 5 sin 5x. ഇനി അതുപോലെ sin 5x ന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 5 cos 5x.
ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോ 5 cos square 5x പ്ലസ് 5 sin square 5x. അപ്പൊ രണ്ടിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തെടുക്കാം? We can take 5 outside. അപ്പൊ cos square 5x plus sin square 5x that is equal to 5 into 1 that is equal to 5 that is not equal to 0. അപ്പൊ റോൺസ്കിയൻ നമുക്ക് കിട്ടിയത് എന്താണ്? is not equal to 0. റോൺസ്കിയൻ not equal to 0 ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? Therefore the solutions are independent. Solutions are independent. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. അനക്ക സൊല്യൂഷൻസ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ റോൺസ്കിയൻ ഉപയോഗിച്ച് സൊല്യൂഷൻസ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ പാർട്ട് ഓവറായി. ഇനി ഒരു പാർട്ട് കൂടി ഉണ്ട്. ഈ നമ്മുടെ സെക്കൻഡ് ഓർഡർ നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് y = c1 cos 5x plus c2 sin 5x എഴുതിയാല് ഈ c1 എന്താണ് c2 എന്താണ് ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റഡ് ആകും. ഇനി അടുത്ത പാർട്ട് ചെയ്യണം. അപ്പൊ ഇതൊന്ന് എഴുതിയെടുക്കോ. റോൺസ്കിയൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കൂ. റോൺസ്കിയൻ കോൺസ്റ്റന്റ് ഫോർമുല ഡിറ്റർമിനന്റ് y1 y2 y1 dash y2 dash അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 5 ആണ്. That is not equal to 0 ആണ്. Therefore the solutions are independent. ഇനി ഇതിന്റെ മൂന്നാമത്തെ പാർട്ട് തേർഡ് പാർട്ട് ചെയ്യണം. തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അപ്പൊ എഴുതി കഴിഞ്ഞാൽ റോൺസ്കിയൻ എഴുതി കഴിഞ്ഞല്ലോ എല്ലാവരും അല്ലെ? സൊല്യൂഷൻസ് ആർ ഇൻഡിപെൻഡന്റ്. ഇനി മൂന്നാമത്തെ പാർട്ട് y = c1 cos 5x plus c2 sin 5x ആണ്. അപ്പൊ അതില് നമുക്ക് തന്നിരിക്കുന്നത് y0 is equal to 3 എന്ന് തന്നിട്ടുണ്ട്. y0 is equal to 3 തന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഇക്വേഷനില് y0 is equal to 3 ആകുമ്പോൾ 3 is equal to c1 x ന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ cos 0യുടെ വാല്യൂ 1 c2 into 0. Therefore c1 ന്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് കോൺസ്റ്റന്റ് c1 is equal to 3 കിട്ടി. ഇനി രണ്ടാമത്തെ കോൺസ്റ്റന്റ് c2 കണ്ടുപിടിക്കാനായിട്ട് നമ്മള് ഈ y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y dash is equal to നമുക്ക് കിട്ടുന്ന എന്താണ്? c1 into -5 sin 5x plus c2 into 5 cos 5x. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. cos 5x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -5 sin 5x, sin 5x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 5 cos 5x. ഇനി ഇതിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? y dash 0 അല്ലെ? y dash 0 is equal to എത്രയാണ്? -5 എന്നാണ്. അപ്പൊ -5 is equal to ഈ ഇവിടെ x ന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം മൊത്തം 0 ആയിപ്പോയി. കാരണം sin 0 0 ആണ്. രണ്ടാമത്തെ പാർട്ടിൽ കൊടുക്കുമ്പോൾ 5c2 എന്ന് വരും പ്ലസ് 5c2. അപ്പൊ നമുക്ക് c2 ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്ന എത്രയാണ്? -1. c2 ന്റെ വാല്യൂ -1 എന്ന് കിട്ടി. Therefore നമ്മുടെ സൊല്യൂഷൻ എന്താണ്? y is equal to c1 ന് പകരം 3 cos 5x പ്ലസ് c2 ന് പകരം -sin 5x. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ. y is equal to 3 cos 5x -sin 5x. അപ്പൊ മൂന്നാമത്തെ പാർട്ടിന്റെ ആൻസറും കിട്ടി. പ്രോബ്ലം കംപ്ലീറ്റഡ് ആയി. ഗൗതം രാജേഷ് സർ ക്ലിയർ ആയോ? ഈ പ്രോബ്ലം ക്ലിയർ ആയില്ലേ? മൂന്ന് തരത്തിലൂടെയാണ് പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റഡ് ആക്കിയത്. ആദ്യം നമ്മൾ ചെയ്തത് എന്താണെന്ന് മനസ്സിലായില്ല. ആദ്യം സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷിയേഷൻ കണ്ടുപിടിച്ചു. അതിന് തന്നിരിക്കുന്ന സൊല്യൂഷനെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് c1 y1 plus c2 y2 എന്ന് എഴുതി. അത് ഉപയോഗിച്ച് നമ്മൾ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷിയേഷൻ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റേജിൽ റോൺസ്കിയൻ w is equal to determined y1 y2 y1 dash y2 dash ഉപയോഗിച്ച് അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ അത് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. Therefore the solutions are linearly independent. രണ്ടാമത്തെ പാർട്ട് കിട്ടി. മൂന്നാമത് തന്നിരിക്കുന്ന y is equal to c1 y1 plus c2 y2 എന്നുള്ള ആ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത്
ആ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ഇനിഷ്യൽ വാല്യൂ അപ്ലൈ ചെയ്തപ്പോ C1 ന്റെ വാല്യൂ നമുക്ക് 3 എന്നും കിട്ടി, C2 ന്റെ വാല്യൂ -1 എന്നും കിട്ടി. Therefore നമ്മുടെ സൊല്യൂഷൻ y is equal to 3 cos 5x minus sin 5x. This is the final answer. എല്ലാവരും എഴുതി